എന്താണ് കണ്ണൂരിലെത്തിയാൽ നടത്തുന്ന കാര്യങ്ങൾ? അർജുൻ കല്യാടാണ് നേതൃത്വത്തിന് വഴങ്ങുന്നു എന്നുള്ള വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അർജുൻ കല്യാട് ആ ഘട്ടത്തിലും മല്ലികാർജുൻ ഖർഗെയോട് എങ്ങനെയാണ് വഴങ്ങിയത്, എന്താണ് ഉപാധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മണിക്കൂറിൽ നമ്മൾ കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ്. ആ പട്ടിക പുറത്തു വന്നാൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. രണ്ട് സാധ്യതകളാണ് മല്ലികാർജുൻ ഖർഗെ പറയുന്നു. വിശദമായി തന്നെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ളത്. അതിൽ കെ സുധാകരൻ വഴങ്ങുന്നു. പക്ഷെ അപ്പോഴും തന്നെ നോമിനിയായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ എത്തിക്കാതെ കെ സുധാകരൻ വഴങ്ങുമോ? ടി എ മോഹനനു വേണ്ടി കെ സുധാകരൻ പ്രചരണത്തിനിറങ്ങാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കണ്ണൂരിലേക്ക് സീറ്റില്ലാതെയാണ് മടങ്ങിയെത്തുന്നതെങ്കിൽ കെ സുധാകരൻ എങ്ങനെയായിരിക്കും നാളെ പ്രതികരിക്കുക? ഡോക്ടർ കെ സുധാകരൻ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. അതായത് പാർട്ടിയാണ് പ്രധാനം, തനിക്ക് മുകളിലല്ല പാർട്ടി എന്നുള്ള, അല്ലെങ്കിൽ പാർട്ടിക്ക് കീഴിലാണ് താൻ എന്നുള്ള കാര്യം വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു നീക്കത്തിന് കെ സുധാകരൻ മുതിരില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മല്ലികാർജുൻ ഖാർഗെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത അങ്ങനെ തന്നെ തുടരുകയാണ്. ഇനി സുധാകരൻ ഏതെങ്കിലും പേര് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയില്ല. എന്തായാലും നിലവിൽ വന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ ടി ഒ മോഹനൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവാൻ തന്നെയാണ് ഈ ഘട്ടത്തിലും സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് രണ്ട് കേന്ദ്രങ്ങളിലായിരുന്നു. ഒന്ന് ഡൽഹിയിലെ ഗോദാവരിയിലും അതുപോലെ തന്നെ കണ്ണൂർ DCC ഓഫീസിലുമായിരുന്നു പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രങ്ങളായി ഇന്ന് നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷേ സുധാകരൻ ഇന്ന് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നാളെ രാവിലെ മുതൽ വാർത്താ കേന്ദ്രമായി ആകാൻ പോകുന്നത് തീർച്ചയായിട്ടും സുധാകരൻ്റെ നടാലിലെ വസതിയായിരിക്കും. അവിടെ വെച്ചായിരിക്കും സുധാകരൻ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. നാളെ സുധാകരൻ്റെ അനുയായികളെല്ലാം എന്തായാലും തീർച്ചയായും സുധാകരൻ്റെ നടാലിലെ വീട്ടിലേക്ക് എത്തും. സ്വാഭാവികമായും അതിലെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചന നടത്ത് പിന്നീട് അങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ രൂപമുണ്ടാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ കെ സുധാകരനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നീക്കത്തിന് എന്തായാലും പാർട്ടി തയ്യാറാവില്ല. പാർട്ടിക്ക് വഴങ്ങിയ സ്ഥിതിക്ക് പരമാവധി സുധാകരനെ അനുനയിപ്പിച്ച് പാർട്ടി വേദികളിൽ എത്തിക്കുക. ഇപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പത്തിന് ഒരു മറ നീക്കി പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ പാർട്ടി അണികൾക്കും സുധാകരനും കൂടെയുണ്ട്, സുധാകരൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പല്ല എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കും. പ്രത്യേകിച്ച് പേരാവൂരിലുൾപ്പെടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ മണ്ഡലത്തിലുൾപ്പെടെ സുധാകരൻ ഒരു പ്രചരണമായി, അല്ലെങ്കിൽ സുധാകരനെ കൃത്യമായ രീതിയിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ ഒരുപാട് സ്വീകരണ വേദികളിൽ എത്തിച്ച് സുധാകരൻ തങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അണികളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും. പക്ഷേ സുധാകരൻ ആ നീക്കങ്ങൾക്കെല്ലാം സമ്മതം മൂളുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗമായി ഇനി നിൽക്കുന്നത്. സുധാകരന്റെ നടാലിലെ വീട്ടിലായിരിക്കും നാളെ മുതലുള്ള വാർത്താ കേന്ദ്രമായി മാറുക. ഡോക്ടർ ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാട്, ഒരു കാര്യം കൂടി, അർജുൻ കല്യാട് എയർപോർട്ടിലേക്ക് പോകുന്നില്ലേ കെ സുധാകരനെ സ്വീകരിക്കാൻ? തീർച്ചയായിട്ടും ഡോക്ടർ, കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ, അതായത് സുധാകരൻ അനുയായികളെല്ലാം എന്തായാലും എയർപോർട്ടിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. സുധാകരൻ ആഗ്രഹിച്ച പോലെയുള്ള, അല്ലെങ്കിൽ അനുയായികൾ ആഗ്രഹിച്ച പോലെയുള്ള തീരുമാനമല്ലെങ്കിലും സുധാകരനെ കൈവിടാൻ വേണ്ടി കഴിയില്ലല്ലോ എന്നുള്ള വികാരമാണ് അവർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അനുയായികളിൽ ഒരു ബഹുഭൂരിപക്ഷം പേര് അവിടത്തേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ ഡോക്ടർ. ഓക്കെ, അപ്പോൾ പോയി ഉഷാറാക്കിയിട്ട് വരൂ. കെ സുധാകരൻ എന്തായാലും പാർട്ടിക്ക് വഴങ്ങി കണ്ണൂരിൽ ഇറങ്ങുന്നു. എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. രണ്ട് സർപ്രൈസുകൾക്ക് സാധ്യത. ഒന്ന്, ടി ഒ മോഹനന് വേണ്ടി പ്രചരണത്തിൽ കെ സുധാകരൻ ഇറങ്ങുക എന്നുള്ളത്, അതാണ് ഒരു സർപ്രൈസ്. രണ്ടാമത്തത്, പട്ടികയിൽ അപ്രതീക്ഷിതമായി വീണ്ടും കെ സുധാകരൻ്റെയോ കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ഒരാളുടെയോ പേര് വരിക എന്നുള്ളത്. രണ്ടിലും ഈക്വൽ സാധ്യതയാണ്. 50-50. സൂപ്പർ സസ്പെൻസാണ്, കാത്തിരിക്കൂ.